എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ. അന്നേ ഞാൻ പറഞ്ഞതാ ചാടിക്കറി വാക്കൊന്നും പറയരുതെന്ന്. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായെന്നാ? ഒന്നും ഉണ്ടായില്ലേ? ഇവള് ജലപാനം കഴിച്ചിട്ട് ദിവസം 2 ആയി. അവന്റെ കത്ത് കിട്ടിയിട്ട് എന്തെങ്കിലും കഴിക്കുമെന്ന് വാശിയില്ല ഇവള്. ഓരോ ഏടാകൂടങ്ങൾ വലിച്ചു വെച്ചിട്ട് വീട്ടിലുള്ളവർക്ക് കിടക്കപ്പുറത്ത് ഇല്ലാണ്ടായി. അമ്മയെ കൊണ്ട് എന്തിനാ മോളെ അച്ഛനെ ഇങ്ങനെ വഴക്ക് കേൾപ്പിക്കുന്നത്? മോൾ എഴുന്നേറ്റ് എന്ത് വല്ലതും കഴിക്കേ. ചെല്ലേ. എന്ത് പ്രശ്നം ഉണ്ടായാലും മുടങ്ങാതെ കത്തയക്കാന്ന് പാറേക്കാവ് ഭഗവതി പിടിച്ച സത്യമായിട്ടേച്ച ഉണ്ണീട്ടം പോയത്. അടിയടിയൊക്കെ കൊള്ളേണ്ട പണിയാ. അതാ എനിക്ക് പേടി. നീ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കാൻ അവൻ നിന്റെ ഭർത്താവൊന്നും ആയിട്ടില്ലല്ലോ. നീ ഇങ്ങനെ വെറുതെ അതും പറയാതെ അകത്ത് പോകാൻ രാക്ഷി പോകാൻ. നിങ്ങൾ ഒരാളാ ഇവിടെ പുന്നാരിക്ക് ഈ പരുവത്തിലാക്കിയത്. മോള് വിഷമിക്കണ്ട. ഉണ്ണികൃഷ്ണന്റെ മേൽവിലാസം ഇങ്ങ് തന്നാ മതി. അച്ഛൻ പോയി എന്ന് അന്വേഷിച്ചു വരാം. ഞാനും വരും. അച്ഛൻ പോയിട്ട് അന്ന് തന്നെ ഇങ്ങ് വരുമെന്നേ. എനിക്ക് ഉണ്ണിയേട്ടനെ കാണണം. നീ വെറുതെ വാശി പിടിക്കല്ലേ ദമയന്തി. അച്ഛൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? ഉണ്ണിയേട്ടൻ ആശുപത്രിയിൽ എങ്ങാനാണെങ്കിൽ അച്ഛൻ അത് മറച്ചു വെക്കും. അതുകൊണ്ട് ഞാനും വരും. മോളെ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഉണ്ടോ? ഉണ്ണികൃഷ്ണൻ മിനിഞ്ഞാന്നൂരോടെ ഉണ്ടായിരുന്നു. എങ്ങോട്ടാ പോയെന്നറിയാമോ? അതറിയത്തില്ല. ഇന്നലെ ഇന്നുമായിട്ട് വേറെ ആരുണ്ടൊക്കെ അന്വേഷിച്ചു വന്നിരുന്നു. അവന്റെ കൂടെ ഒരുത്തനുണ്ടായിരുന്നല്ലോ, ഒരു കുഞ്ചു. അവർ രണ്ടും കൂടെ ആ പെട്ടിയൊക്കെ ആയിട്ട് പോയത്. ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തസാറിന്റെ വീട്ടിൽ അന്വേഷിച്ച ഒരു പക്ഷെ അറിയാൻ കഴിയും.